നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ നടപടികളെല്ലാം പൂർത്തിയായെന്ന് അറിയിച്ചിരിക്കുന്നു SFIO ഹൈക്കോടതിയിൽ. മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന കമ്പനിക്ക് പ്രത്യുപകാരമൊന്നുമില്ലാതെ പണം നൽകിക്കൊണ്ടേയിരുന്നു എന്നതാണ് ഈ അന്വേഷണത്തിന് ആധാരം. ശരിയായ സർവീസ് നൽകി ശരിയായ പണം വാങ്ങി എന്നാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ ഓഫീസും അവർക്ക് വേണ്ടി രംഗത്തിറങ്ങിയ സംസ്ഥാനത്തെ ഭരണ പാർട്ടിയായ CPIM-ഉം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ സർവീസ് ഒന്നുമില്ലാതെ പണം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കണ്ടെത്തിയ കാര്യം SFIO അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയാണ്. അത് കൈക്കൂലി പണമായി പ്രധാന നേതാവിന് പോയോ എന്ന കാര്യത്തിൽ അന്തിമ വ്യക്തത വരേണ്ടതുണ്ട്. അത് എല്ലാ അർത്ഥത്തിലും പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കുഴപ്പത്തിലാക്കും വിധമുള്ള ഒരു അന്തിമ ഫൈൻഡിങ്ങിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന നിലയ്ക്കാണ് ഇന്നിപ്പോൾ മാത്യു കൊടുനാടൻ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞത്. CPIM-ന്റെ എല്ലാ പ്രതിരോധവും പൊളിഞ്ഞു വീഴുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൈകൾ തൻ്റേത് ശുദ്ധമാണ് എന്ന അദ്ദേഹത്തിൻ്റെ വാദം തകർന്നു പോകുന്ന, അദ്ദേഹത്തിൻ്റെ മകൾ തൻ്റെ കമ്പനിയുടെ ഭാഗത്തൊരു പിഴവുമില്ല എന്ന അവരുടെ വാദം തകരുന്ന തരത്തിലേക്കുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ്, ഒരു വികാസം ഈ കേസിന് ഇതിനകം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടോ? അതോ ഇപ്പോഴും അവ്യക്തമായ ഒരു പരിസരത്തിൽ നിൽക്കുകയാണോ? സർവീസ് ഒന്നുമില്ലാതെ പണം കൊടുത്തു എന്ന് കണ്ടെത്തി എന്നാണ് SFIO ഉത്തരവാദിത്വത്തോടെ കോടതിയോട് പറയുന്നത്. സർവീസ് കൊടുത്തു എന്നാണ് AK ബാലനടക്കമുള്ള CPIM നേതാക്കളും സംസ്ഥാന സെക്രട്ടേറിയറ്റും പാർട്ടിയുടെ ജനങ്ങളോട് പറഞ്ഞിരുന്നത്. എങ്കിൽ ഈ പുതിയ സാഹചര്യത്തിൽ CPM-ന് പുതിയ നിലപാടുണ്ടോ? അതോ ഇത് വിശദീകരിക്കാൻ അവർ പാടുപെടുമോ? രാഷ്ട്രീയമായും നിയമപരമായും CPM-നെ, സർക്കാരിനെ, പിണറായി വിജയനെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് SFIO അന്വേഷണം വികസിച്ചു. ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. നമ്മോടൊപ്പം ഡോക്ടർ മാത്യു കൊടുനാടൻ, കോൺഗ്രസ് MLA, M ജയചന്ദ്രൻ, ഇടത് സഹയാത്രികൻ. CPIM ഈ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അഡ്വക്കേറ്റ് P കൃഷ്ണദാസ്, BJP പ്രതിനിധി എന്നിവരാണ് ഉള്ളത്. ആദ്യം ശ്രീ മാത്യു കുഴൽനാട്, പിണറായി വിജയൻ കൈക്കൂലി വാങ്ങി എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന എന്ത് വ്യക്തതയാണ് ഈ കേസിനകത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? ഒന്ന്, ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് SFIOയുടെ അഭിഭാഷകൻ ഡൽഹി ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കുന്ന വേളയിൽ നടത്തിയ സബ്മിഷൻസിൽ എക്സാലോജിക് എന്ന കമ്പനിക്ക് നൽകിയ പണം അത് ഒരു പൊളിറ്റീഷ്യനെ ബ്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് ആധികാരികമായി സബ്മിഷൻ നടത്തിയിട്ടുണ്ട്. ഇത് തന്നെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഫൈൻഡിങ്ങിലുണ്ടായിരുന്നു. ആ ഫൈൻഡിങ്ങിൽ കൃത്യമായി പറഞ്ഞിരുന്നത് ഈ പണം നൽകിയിട്ടുള്ളത് ഒരു പ്രോമിനൻറ്റ് പൊളിറ്റിക്കൽ പേഴ്സൻ്റെ ഡോട്ടറിനാണ്. ഈ കാര്യം ഈ നടപടിക്രമം നടക്കുന്ന ത്രൂ ഔട്ട് സമയം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ക്ലിഞ്ചിങ് എവിഡൻസോടുകൂടി, അല്ലെങ്കിൽ നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകളോടുകൂടി തന്നെ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു ഇത് ഒരു പ്രോമിനൻറ്റ് പൊളിറ്റീഷ്യൻ, കേരളത്തിൻ്റെ കടിഞ്ഞാൻ പിടിക്കുന്ന ഒരു പ്രോമിനൻറ്റ് പൊളിറ്റീഷ്യൻ്റെ മകളാണ് വാങ്ങിയിരിക്കുന്നത്. ആ നിലയിൽ ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്ന ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ അന്നത്തെ ഫൈൻഡിങ്. അതിൽ SFIO നടത്തിയിട്ടുള്ള തുടരന്വേഷണത്തിൽ, അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള അന്വേഷണത്തിൽ അതേ കാര്യം അടിവരയിട്ട് പറയുകയും, അതുകൂടാതെ 135 കോടിയല്ല 184 കോടി രൂപ രാഷ്ട്രീയ നേതാക്കന്മാർക്കും മാധ്യമങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കുമായി CMR-ൽ നൽകിയിട്ടുണ്ട്, വഴിവിട്ട് അഴിമതിയായി നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം SFIO കണ്ടെത്തിയതായി അദ്ദേഹം പറയും. അപ്പോൾ അതിനോട് ചേർത്ത് വായിക്കാൻ കഴിയുന്നത്, ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ ഈ രാഷ്ട്രീയക്കാർക്ക് നൽകിയ പണത്തിൽ മുഖ്യ പങ്ക് ഞങ്ങൾ നൽകിയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞത് മുമ്പ് പരാമർശിച്ച PVക്കാണ് എന്ന് അതിൻ്റെ അകത്ത് സബ്മിഷനുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഡിപ്പോസിഷനുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ എക്സാലോജിക്കിന് നൽകിയ പണവും പിണറായി വിജയൻ വാങ്ങിയ പണവും കരിമണൽ കമ്പനിയിൽ നിന്നും കൈക്കൂലിയായി പിണറായി വിജയനും കുടുംബവും വാങ്ങിയതാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യം നിലവിൽ നമ്മുടെ മുമ്പിലുണ്ട്. ആ സാഹചര്യത്തിലാണ് ഞാൻ ഇന്ന് പറഞ്ഞത്, ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ കൂടുതൽ ആധികാരികമായ തെളിവുകളോടുകൂടി തെളിഞ്ഞു വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നേരത്തെ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ CPM പിണറായി വിജയൻ്റെ ഏക ഒരു പ്രതികരണമാണ് ഈ കാര്യത്തിലുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞു, PV ആരൊക്കെ ആകാം, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, PV ഞാനല്ല, ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ പരാമർശത്തിലുള്ള PV ഞാനല്ല എന്ന്
കേരളത്തോട് പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉന്നയിച്ച ചോദ്യം എന്ന് പറയുന്നത് ആ പ്രസ്താവന ഒരിക്കൽ കൂടി നടത്താനുള്ള ആർജവും ശേഷിയും പിണറായി വിജയനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഉണ്ടോ എന്നതാണ് ചോദിച്ചത്. അത് ചോദിക്കാൻ കാരണം PV താനല്ല എന്ന് തെളിയിച്ചാൽ, പിണറായി വിജയൻ തെളിയിച്ചാൽ അല്ലെങ്കിൽ CPM തെളിയിച്ചാൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ അതിനൊരു മറുപടി CPMൻ്റെയോ പിണറായി വിജയൻ്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്നലെ ഈ SFIയുടെ അഭിഭാഷകൻ ഡൽഹി ഹൈക്കോടതിയിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അന്ന് ഞാൻ ഉന്നയിച്ച കാര്യങ്ങൾ, പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ച കാര്യങ്ങൾ സത്യമാണ് എന്ന് ആധികാരികമായി പറയാൻ കഴിയുന്ന നിലയിലേക്ക് ഈ സബ്മിഷൻ എന്നെ സഹായിക്കുന്നു എന്നതാണ് എൻ്റെ പക്ഷം. ശരി മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണങ്ങളുടെ പൂർണ്ണതയിലേക്ക്, അല്ലെങ്കിൽ ആരോപണത്തിൻ്റെ കണക്ട് ചെയ്യാൻ കഴിയുന്ന വിവരങ്ങൾ വന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. പക്ഷേ റിപ്പോർട്ട് പൂർണ്ണമായും നമ്മുടെ മുമ്പിലില്ല. പക്ഷേ അതിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല, അല്ലെങ്കിൽ SFIയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ എടുക്കണമല്ലോ. M ജയചന്ദ്രൻ, റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം നമ്മുടെ കയ്യിലില്ല, അത് സീൽഡ് കവറാണ്. പക്ഷെ നോക്കൂ, ഈ വാങ്ങിയ പണത്തിന് എന്ത് സർവീസ് കൊടുത്തു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല, ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് SFI ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എന്താണോ കണ്ടെത്തിയത് അതേ കാര്യം ഈ CMRലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവരും കണ്ടെത്തുകയാണ്. ഒരു സർവീസും തിരിച്ചു കൊടുത്തിട്ടില്ല, പണം വാങ്ങിയത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ, അതായത് CPIM-ഉം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും എല്ലാം വീണ വിജയന് വേണ്ടി കച്ചകെട്ടി രംഗത്തിറങ്ങിയിരുന്നുവല്ലോ. അപ്പോൾ പറഞ്ഞത് കൃത്യമായ സർവീസിന് കൃത്യമായി പണം വാങ്ങി എന്നാണ്. എന്ത് സർവീസാണ് എന്ന കാര്യം അന്നും ഇന്നും പറയാൻ CPM-ന് പറ്റിയിട്ടില്ല. ഇന്നിതാ വേറെ ഒരു ഏജൻസി കൂടി പറയുന്നു ഒരു സർവീസുമില്ല, പണം വാങ്ങിയതാണ് എന്ന്. ഈ പോർഷൻ വിശദീകരിക്കാൻ ഇപ്പോഴെങ്കിലും CPM-ന് കഴിയുമായിരിക്കുമോ? എന്തിനാണ് നിഷാദെ അത്തരത്തിൽ ഇങ്ങനെ ഈ സമയത്ത് ഇത്തരൊരു ചർച്ച തന്നെ ഉണ്ടാവുന്നു എന്നുള്ളത് മാത്യു കുഴൽനാടനെങ്കിലും പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അദ്ദേഹം ഒരു അഭിഭാഷകനാണല്ലോ, പ്രാക്ടീസിങ് ലോയറും കൂടെയാണല്ലോ. അദ്ദേഹത്തെക്കാളും കുറച്ചുകൂടെ സ്ഥിരമായി ഈ രാഷ്ട്രീയ പ്രവർത്തകനല്ലാത്ത, എന്നാൽ സ്വന്തം അഭിഭാഷക വൃത്തിയിൽ മാത്രം ശ്രദ്ധിക്കുന്ന മറ്റൊരു അഭിഭാഷകൻ ആണല്ലോ SFIക്ക് വേണ്ടി ഇന്നലെ ഡൽഹി ഹൈക്കോടതിയിൽ ഈ വാദമുഖങ്ങൾ ഉന്നയിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു വക്കീൽ കോടതിയിൽ പറഞ്ഞ വാദമുഖങ്ങളെയാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കായി എടുക്കുന്നതെന്ന് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അതാണല്ലോ സംഭവിക്കുന്നത്. അത് പിന്നെ അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, അത് പറയാനുള്ള അഭിപ്രായം കുഴൽനാടനുമുണ്ട്. പക്ഷേ അതുകൊണ്ടൊക്കെ എന്താണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ ചോദ്യമേ എനിക്കുള്ളൂ, എവിടെയാ റിപ്പോർട്ട്? ഇല്ല, റിപ്പോർട്ടായിട്ടില്ല. താങ്കൾ തന്നെ പറഞ്ഞു ആ റിപ്പോർട്ടായിട്ടില്ല. ആ റിപ്പോർട്ടാവാതെ എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ബഹുമാനപ്പെട്ട MLA പിന്നെ പിണറായി വിജയൻ അഴിമതിക്കാരനാണ്, വീണ വിജയൻ അഴിമതിക്കാരനാണ്, ഇതൊക്കെ നിരന്തരം അദ്ദേഹം പറഞ്ഞു പോരുന്ന കാര്യങ്ങളാണല്ലോ. ഇത് തന്നെ ഇന്നലെ അവിടെ SFIയുടെ അഭിഭാഷകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ സങ്കല്പിക്കുക. നമ്മളാരും അവിടെ ഇല്ലായിരുന്നല്ലോ, പക്ഷെ അങ്ങനെ തന്നെ സങ്കല്പിക്കുക. പക്ഷേ അതിന് ഒരു അഭിഭാഷകൻ അങ്ങനെ പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ടെന്ന് നമ്മളെക്കാളെല്ലാം അറിയുന്ന ആളാണല്ലോ നിരന്തരം കോടതികളിൽ ഹാജരാകുന്ന, സുപ്രീം കോടതിയിൽ വരെ പോകുന്ന ശ്രീ മാത്യു കുഴൽനാടൻ. അപ്പോൾ ഒരു വക്കീൽ പറഞ്ഞ വാദമുഖങ്ങൾ മാത്രം വെച്ചാണോ ഇത്തരം കാര്യങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിക്കേണ്ടത് എന്നുള്ള ഒന്നാമത്തെ വക്കീലിന്റെ മറ്റ് സാധാരണ കേസുകളിലെ പോലെ കേവലമായ വാദമുഖങ്ങൾ, ആർഗ്യുമെന്റ്സ് മാത്രമാണോ? അദ്ദേഹം ഒരു അന്വേഷണത്തെയും അന്വേഷണ റിപ്പോർട്ടിനെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ടല്ലേ സംസാരിക്കുന്നത്? അതായത് ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, ഇതുവരെ അന്വേഷണം ഇവിടെ വരെ എത്തി, ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇന്ന കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വളരെ റെസ്പോൺസിബിളായി പറയുകയല്ലേ, അല്ലാതെ ഏതെങ്കിലും ആരോപണം ഉന്നയിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചേക്കാം എന്ന അദ്ദേഹത്തിൻ്റെ ഊഹം പങ്കുവയ്ക്കുക അതൊന്നും അല്ലല്ലോ. അവർ സോളിഡായിട്ടുള്ള ഒരു സംഗതിയെ റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ട് ഇതാണ്, അതിൻ്റെ കണ്ടന്റ് ഇതാണെന്ന് പറയുകയല്ലേ, അത് നമ്മൾ വാല്യൂ ചെയ്യണ്ടേ? അല്ല, അങ്ങനെ വഴിതിരിച്ച് വിടരുത് നിഷാദെ, താങ്കളെങ്കിലും. കാരണം ഇത് ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടൊരു അന്വേഷണമല്ല ഇക്കാര്യത്തിൽ നടന്നതും അതാദ്യം നമ്മൾ അംഗീകരിക്കണമല്ലോ. ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ട അന്വേഷണമല്ല അത്. SFIക്ക് ഈ കേസ് അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ട ആരാണ്? കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണല്ലോ. അത് നിഷേധിക്കില്ലല്ലോ ഭാഗ്യവശാൽ ആരും. അപ്പോൾ അത് ഇവിടെ ഡൽഹി ഹൈക്കോടതി സംഭവിച്ചത് എന്താണ്? CMRൽ കൊടുത്തൊരു ഹർജിയിലാണ് ഇത്തരം വാദമുഖങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് 21-ാം തീയതി വീണ്ടും അടുത്ത ദിവസം എടുക്കുകയാണല്ലോ. അത് ഇങ്ങ് അടുത്തല്ലോ, തിങ്കളാഴ്ചയാണല്ലോ ആ തീയതി. അപ്പോൾ അവിടെ CMRൽ കൊടുത്തൊരു ഹർജിയിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്ന് ഓർക്കണം. SFIയുടെ തീർപ്പോ വിധിയോ ഒന്നുമല്ല ഇവിടെ ചർച്ചാ വിഷയമായി വരുന്നത്. ഒരു കേസിൽ SFIയുടെ അഭിഭാഷകൻ ഡൽഹി ഹൈക്കോടതിയിൽ CMR കൊടുത്ത ഒരു ഹർജിയിൽ
അവരുടെ അഭിഭാഷകൻ പ്രത്യക്ഷപ്പെടുന്നു, അവരുടെ വാദമുഖങ്ങൾ ഉന്നയിക്കുന്നു. അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ അതാണ് ഏറ്റവും പവിത്രവും പരിശുദ്ധവുമായ സംഗതി. അതിനു മുമ്പ് കുറേ കാര്യങ്ങളുണ്ട് സർ. അതിനു മുമ്പുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒറ്റ കാര്യമേ ഉള്ളൂ, SFI അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. അത് ജനുവരിയിലാണല്ലോ ഉത്തരവിടുന്നത്. അതിനുശേഷമാണല്ലോ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതൊക്കെ നടക്കുകയാണ്. അത് നടക്കുമ്പോൾ അതിനകത്ത് ആ റിപ്പോർട്ട് എവിടെ ഉണ്ടോ? ഇല്ലല്ലോ. കൊടുത്തു എന്ന് പറയുന്നുണ്ട്, കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഒക്കെ ഇരിക്കട്ടെ. ഇവിടെ പറയുന്ന ഈ ഡൽഹി ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾ അത് വെച്ചുകൊണ്ടാണോ ബഹുമാനപ്പെട്ട MLA അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് ഇവിടെ വ്യക്തമാക്കുന്നത്? അവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്? അങ്ങനെ ഡിപ്പോസിഷൻ ഇതിനകത്തൊരു കാര്യം നോക്കൂ, ഞങ്ങൾ അന്വേഷണം നടത്തുന്നു, 10-20 ആളുകളെ ചോദ്യം ചെയ്യുന്നു, 10-20 പേരുടെ മൊഴിയെടുക്കുന്നു. ആ മൊഴിയെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളും, പ്രത്യേകിച്ച് CMR ജോലി ചെയ്യുന്ന ഒരാളും, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന അതാണ്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് പറയുന്നത് CMR ജോലി ചെയ്യുന്ന IT മേധാവിക്കോ അല്ലെങ്കിൽ അവിടുത്തെ ഫിനാൻസ് മേധാവിക്കോ ആർക്കും എന്താണ് ഇവർ നൽകിയ സർവീസ് എന്ന കാര്യം അറിയില്ല എന്നാണ്. അതേ സമാനമായ കാര്യം SFIയുടെ അഭിഭാഷകനും പറയുന്നു. ഞങ്ങൾ നിരവധി ആളുകളുമായി സംസാരിച്ചു, അവിടുത്തെ ആളുകളുടെ മൊഴിയെടുത്തു, അവർക്കാർക്കും അറിയില്ല വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് തന്ന സർവീസ് എന്താണെന്ന്. അറ്റ്ലീസ്റ്റ് IT ഡിപ്പാർട്ട്മെന്റ് ചീഫിനെങ്കിലും അറിയണമല്ലോ, അദ്ദേഹത്തിന് പോലും അറിയില്ല എന്ന് മൊഴിയെടുത്ത സംഗതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയോട് പറയുകയാണ്. അത് വ്യാജമാകുമെന്നാണോ? മൊഴിയെടുത്തിട്ടുണ്ടാവില്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരു അഭിഭാഷകൻ നിരുത്തരവാദപരമായ ഒരു നുണ ഡൽഹി ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ടാവും എന്നേ നമ്മൾ കാണാനും പാടുള്ളൂ എന്നാണോ ശ്രീ ജയചന്ദ്രൻ? അല്ല, അതേ നിഷാദേ, നമ്മുടെ ചർച്ചയുടെ ന്യൂക്ലിയസ് എന്താണ്, മെയിൻ ഫോക്കസ് എന്താണെന്നുള്ളത് ഇതിൽ തന്നെ വ്യക്തമാണല്ലോ. 1.72 കോടി രൂപയുടെ അഴിമതി ആരോപണം സംബന്ധിച്ചല്ല SFI ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് എന്നതെങ്കിലും നമ്മൾ പ്രാഥമികമായി ഒന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. അംഗീകരിക്കണമെന്ന് ഞാൻ പറയില്ല, ഒന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. ഈ 135 കോടിയിൽ അവസാനം സെറ്റിൽമെൻറ്റിൽ എത്രയാണ് എത്തിയത്? അതും പറയുന്നുണ്ടല്ലോ. ആ ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോണ്ടിൻ്റെ ഓർഡറിൽ തന്നെ പറയുന്നുണ്ടല്ലോ 75 കോടിക്ക് അവസാനിപ്പിച്ചതൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ SFIയുടെ അഭിഭാഷകൻ ഡൽഹി ഹൈക്കോടതി പറയുന്നു അത് 135 അല്ല 184. ആയിക്കോട്ടെ, അവർക്ക് അങ്ങനെ കണ്ടെത്താനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അത് വേറൊരു ഏജൻസിയാണ്. അവർക്ക് ആ ഏജൻസിയുടെ അന്വേഷണത്തിൽ അങ്ങനെ ഫൈൻഡിങ്സ് കൊണ്ടുവരാനുള്ള എല്ലാ അധികാരവും അവകാശവും ഉണ്ട്. അപ്പോൾ അതവിടെ നിൽക്കുമ്പോൾ മറ്റു ചില പ്രശ്നങ്ങളൂടെ വരുന്നുണ്ട്. PV ആണ് താങ്കൾ പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട MLA പറയുന്ന കാര്യം. പക്ഷേ PVക്കപ്പുറം മറ്റു ചില ഈ ചുരുക്കപ്പേരുകളും കൂടെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടല്ലോ, ചർച്ചകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പേരുകളെ പറ്റി SFIയുടെ അഭിഭാഷകന് അഭിപ്രായമൊന്നുമില്ലേ? അവരെ ചോദ്യം ചെയ്യണമെന്ന് താല്പര്യമൊന്നുമില്ലേ? അങ്ങനെ ആവില്ലല്ലോ. സാധാരണഗതിയിൽ ഈ ചുരുക്കപ്പേരുകാരെ എല്ലാം ചോദ്യം ചെയ്യണമെന്നും അവർക്കെതിരെ ഈ മറ്റേ PMLA ആണെങ്കിൽ അങ്ങനെ. അതല്ല, നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നേരത്തെ നടന്ന കൊടുമ്പിരിക്കൊണ്ട ചർച്ചകൾ പ്രധാനപ്പെട്ട ഇനമായിരുന്നല്ലോ, UAPA വരെ വരാൻ പോകുന്നു. അപ്പോൾ അത് ഈ ചുരുക്കപ്പേരുകാർക്കൊക്കെ അതൊന്നും ബാധകമല്ല എന്നുണ്ടെങ്കിൽ അതുകൂടെ വ്യക്തമാക്കണം. അവർക്കൊന്നും ബാധകമല്ല. ഈ 1.72 കോടി കേസുമായിട്ട് ബന്ധപ്പെട്ട് കേവലമായ 1.72 കോടി രൂപയുടെ കേസ് മാത്രമല്ല, ഒരുപാട് കോടികളുടെ പ്രശ്നം പിണറായി വിജയനും മകളുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ഇഴചേർന്ന് കിടപ്പുണ്ട് എന്ന് വ്യക്തതയോടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അന്വേഷണ ഏജൻസി. അതാണിതാ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, അതിൻ്റെ തെളിവുകൾ ഇതാ എന്നൊക്കെയാണെങ്കിൽ ഓക്കെ, വെൽക്കം. അതുതന്നെയാണല്ലോ നടക്കേണ്ടത്. പക്ഷെ അങ്ങനെയൊന്നും അല്ലല്ലോ നിഷാദെ നടക്കുന്നത്. ഇത് ഒരു വലയങ്ങ് വീശുകയാണ്. അതിൻ്റെ അകത്ത് കിട്ടുന്നത് എന്തൊക്കെയാണ് അതൊക്കെ പോരട്ടെ, അതെല്ലാം പിണറായി വിജയനായി എതിരായിട്ട് നിൽക്കട്ടെ. ഒന്നാമത്തെ കാര്യം, അതിനകത്ത് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി പുറത്തു വരേണ്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റാരെങ്കിലും CPIM രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ CPIM ഇടതുപക്ഷമോ ഒക്കെ ആ വിഷയം ഏറ്റെടുക്കുകയും ചെയ്യേണ്ടതാണല്ലോ. ഇത്ര വലിയ അഴിമതിയുടെ ഒരു വിശദാംശം പുറത്തു വന്നിട്ട് PVയും താനല്ല, ഒപ്പം അപ്പുറത്തുള്ളവരെല്ലാം കോൺഗ്രസിന്റെയും മറ്റു പാർട്ടികളുടെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ നേതാക്കൾ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരുമില്ല എങ്കിൽ ആത്മവിശ്വാസത്തോടെ ഇറങ്ങി കളിക്കണ്ടേ? അതിനകത്ത് CPM എടുക്കുന്നില്ലല്ലോ, ആ ചീട്ടെടുക്കുന്നില്ലല്ലോ, സംശയാസ്പദമാണത്. രണ്ടാമത്തത് PV പിണറായി വിജയനാണെങ്കിൽ പിണറായി വിജയൻ ഈ സംസ്ഥാനത്തിന്റെ ഭരണസാരഥ്യത്തിലിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കുടുംബം ആ ഭരണത്തിന്റെ ആനുകൂല്യം മുൻനിർത്തിക്കൊണ്ട് പണം ഉണ്ടാക്കുന്നുവെങ്കിൽ മറ്റെന്തിനേക്കാളും വലിയ ഗൗരവം അതിന് സ്വാഭാവികമായും കൈവരികയും ചെയ്യും. അതുകൊണ്ട് എല്ലാം ഒരുപോലെ തൂക്കുന്നില്ലല്ലോ എന്ന വാദം തന്നെ അയുക്തികമാണെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തേത്, മറ്റത് കുഴപ്പമാണെങ്കിൽ, മറ്റത് അവരാണെങ്കിൽ, അവർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്തേ ഉറക്കെ പറയുന്നില്ല CPM എന്ന ചോദ്യവും ജനത്തിന് മുമ്പിലുണ്ടല്ലോ. ഇല്ല, CPM ഇതിൻ്റെ അകത്ത് എന്തേ ഉറക്കെ പറയുന്നില്ല ചോദ്യം താങ്കൾ ചോദിച്ചോളൂ. ഞാൻ ചോദിച്ചത് ഒരു സാധാരണ പൗരൻ്റെ സാമാന്യമായ സംശയം മാത്രമാണ് സർ. ഞാൻ ചോദിച്ചത് ഈ പറഞ്ഞ ചുരുക്കപ്പേരുകളൊക്കെ അവിടെ ഉണ്ടല്ലോ വായിക്കുമ്പോൾ. ആ 71 പേജുള്ള ഇൻ്ററിം റിപ്പോർട്ട്, ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ അത് അന്തിമമാണ്.
അതിനെതിരെ അപ്പീൽ പോലും പോകാൻ കഴിയില്ല എന്നൊക്കെ അതിനകത്ത് അവസാനം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ SFIക്ക് അതല്ല, അതിനപ്പുറവും കടന്നു പോകാനുള്ള അധികാരമുണ്ടെന്ന് പിന്നെ നമ്മൾ പല നിയമങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണല്ലോ അവർ പോകുന്നത്. അത് പോയി. CPM അതിൻ്റെ അകത്ത് ഡിഫൻസിനൊന്നും വന്നിട്ടില്ലല്ലോ. പിണറായി വിജയൻ ഞാനല്ല, PV ഞാനല്ല, എന്നെ അങ്ങനെ പറയാനും കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ ഒരു വാർത്താ സമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ മറ്റു ചിലർ ആ പേരുകാരൻ ഞാനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ ആ ഇന്നയാൾ ഞാനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഡയറക്റ്റ് പറഞ്ഞിട്ടുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ ആ PV ഞാനല്ല എന്ന് തന്നെയാണ് പരസ്യമായി പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവർ ചിലർ പരസ്യമായി പറഞ്ഞിട്ടുള്ളത് ആ ചുരുക്കപ്പേരുകാരൻ ഞാനാണ്. അപ്പോൾ അവരുടെ മൊഴിയെടുക്കണ്ടേ, അവരെ ചോദ്യം ചെയ്യണ്ടേ? അതൊക്കെ CPM ആണോ പറയേണ്ടത്? നിയമപ്രകാരം SFIയുടെ അന്വേഷണ ഏജൻസി ചെയ്യേണ്ട പണിയല്ലേ അത്? അതൊക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഭരണകൂടത്തിന്റെ അഹിതമായ സഹായങ്ങൾ നേടിയെടുക്കാൻ പണം കൊടുക്കുന്നതും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് പണം കൊടുക്കുന്നതും രണ്ട് തട്ടിലേ കാണാൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ താങ്കൾ തിരുത്തണം. ഞാൻ പണം കൊടുത്ത് ഭരണസാരത്തിലിരിക്കുന്ന ഒരാളിൽ നിന്ന് അഹിതമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് വേറെ, ഒരു പ്രത്യേകിച്ച് അധികാരമില്ലാത്ത ഒരാൾക്ക് പണം കൊടുക്കുന്നതും വേറെ തന്നെ കാറ്റഗറിയിലെ പെടുത്താൻ കഴിയും. പക്ഷേ മറ്റേതും പ്രശ്നമാണ്. വൻകിടക്കാരിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ടി ഒത്താശകൾ ചെയ്യുക, അവരുടെ അനീതികൾക്കെതിരായി സംസാരിക്കാതിരിക്കുക പ്രശ്നമാണ്. രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൻ്റെ പ്രശ്നം അതിനകത്തുണ്ട്. നോക്കൂ, ഇതിനകത്ത് മൗലികമായ ഒരു സംഗതി കിടക്കുന്നില്ലേ ശ്രീ ജയചന്ദ്രൻ? അതായത് വീണ വിജയൻ്റെ കമ്പനി ഈ പറയുന്ന നമ്മുടെ കർത്തയുടെ കമ്പനിക്ക് എന്താണ് കൊടുത്ത സർവീസ് എന്ന് അന്ന് തൊട്ടിന്ന് വരെ നിരന്തരമായി ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യം ആൻസർ ചെയ്യപ്പെടുന്നില്ലല്ലോ. CMRLന് വീണ വിജയൻ്റെ എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ബാംഗ്ലൂരിൽ പ്രവർത്തിച്ചു വന്ന എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി CMRL പോലെ ഒരു കമ്പനിക്ക് കൊടുത്ത സോഫ്റ്റ്വെയർ സപ്പോർട്ട് എന്താണ് എന്ന കാര്യത്തിൽ നമുക്കിപ്പോഴും ഒരു വ്യക്തതയില്ല. സകല കാര്യത്തിലും സാങ്കേതികവും നിയമപരവും യുക്തിസവും രാഷ്ട്രീയവുമായി മറുപടി പറയാൻ ശേഷിയുള്ള CPMന് പറ്റുന്നില്ല എന്താണ് വീണ കൊടുത്തത് എന്ന്. മറ്റ് പല കേസുകളിലും മറ്റ് പല പ്രധാനപ്പെട്ട കമ്പനികളും വിവാദങ്ങളിൽ പെടുമ്പോൾ അവരവരുടെ കമ്പനിക്ക് വേണ്ടി രംഗത്ത് വരാറുണ്ടെങ്കിൽ വീണ വിജയൻ്റെ കമ്പനി മാത്രം ഞങ്ങളുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ തൊടാൻ പാടില്ല, ഞങ്ങൾ ഇന്ന സർവീസുകൾ ചെയ്തവരാണ് എന്ന് പറഞ്ഞ് എവിടെയും വന്നിട്ടില്ല. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇതിനകത്ത് ഏതാണ് ഈ CCTV ക്യാമറകൾ സ്ഥാപിച്ചുവല്ലോ കെൽട്രോണിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ റോഡിലെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ. AI ക്യാമറ വലിയ വിവാദമായപ്പോൾ അതത് കമ്പനികൾ വന്ന് പറഞ്ഞു ഞങ്ങൾ ഇതിനകത്ത് ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ല എന്ന്. പക്ഷേ ഈ കേസിൽ ഇത്രയും വലിയ ബഹളം ഉണ്ടായിട്ടും വീണ വിജയന് ഒന്നും പറയാൻ പറ്റുന്നില്ല, എക്സാലോജിക്കിന് ഒന്നും പറയാൻ പറ്റുന്നില്ല കൊടുത്ത സർവീസ് ഇതാണ് എന്ന്. അവർക്ക് വേണ്ടി രംഗത്തിറങ്ങിയ AK ബാലന് പറയാൻ പറ്റുന്നില്ല കൊടുത്ത സർവീസ് ഇതാണെന്ന്. എന്നിട്ട് നിങ്ങൾ പിന്നെയും പറയാണ് SFIയെ വിശ്വസിക്കരുത്, ഈ പറഞ്ഞ സെറ്റിൽമെന്റ് ബോർഡിനെ വിശ്വസിക്കരുത്, എല്ലാം നുണയാണ്. എങ്കിൽ പറയൂ സത്യം ഏതാണെന്ന്. അത് പറയാൻ പറ്റണ്ടേ CPMന്? ഞാനിതുവരെ അങ്ങനെ പറഞ്ഞില്ലല്ലോ, വിശ്വസിക്കരുതെന്ന്. ഞാൻ അങ്ങനെ പദപ്രയോഗമേ ഞാനിവിടെ നടത്തിയില്ലല്ലോ നിഷാദ്. പിന്നെ മറ്റൊരു കാര്യം, താങ്കൾ ഇത്ര നിഷ്കളങ്കമായിട്ടാണ് ഇത്തരം കാര്യങ്ങളെ കാണുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നതില്ല കേട്ടോ. അത് മറ്റൊരു കാര്യം. കാരണം മീഡിയ വണ്ണിനുൾപ്പെടെ കൺസൾട്ടൻസി കരാറുകളിൽ ഏർപ്പെടേണ്ടി വരും. മീഡിയ വൺ ഒരു ചാനലാണല്ലോ. പിന്നെ ഒരു ചാനലടക്കം മാധ്യമസ്ഥാപനങ്ങൾക്കടക്കം പിന്നെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും രാജ്യാന്തര തലത്തിലും കൺസൾട്ടൻസി സർവീസുകൾ എത്ര കാലം മുമ്പാണ് തുടങ്ങിയതെന്നൊക്കെ ചരിത്രമൊക്കെ ഉണ്ട്. അതറിയാൻ വയ്യാത്ത ആളാണ് താങ്കൾ, ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. അതിരിക്കട്ടെ. അപ്പോൾ ഈ കൺസൾട്ടൻസി കരാറുകൾ പ്രാഥമികമായിട്ടുള്ള തത്വം എന്താണ്? പ്രാഥമികമായിട്ട് ഒറ്റ കാര്യമുള്ളൂ. കൺസൾട്ടൻസി കരാർ ഇരു കക്ഷികൾ തമ്മിലുള്ളതാണ്. ആ കക്ഷികൾ തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പിന്നീട് എത്ര ശതമാനം നിർവഹിച്ചു, അത് 1% പോലും നിർവഹിച്ചില്ലയോ എന്നുള്ള പരിശോധനയൊക്കെ ഉണ്ടോ എന്ന് കൺസൾട്ടൻസി കരാറുകളിൽ അന്വേഷിച്ചറിയുന്ന ഒരാളായ താങ്കൾക്കും ബോധ്യമുള്ള കാര്യങ്ങളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, പക്ഷേ താങ്കൾ പറഞ്ഞ ഉദാഹരണം എനിക്ക് മനസ്സിലായി. ഇപ്പം മീഡിയ ഒരു മാധ്യമ സ്ഥാപനം നിലയ്ക്ക് ഇലക്ട്രോണിക് മീഡിയ നിലയ്ക്ക് കൺസൾട്ടൻസികളുണ്ട്. പക്ഷേ ആ കൺസൾട്ടൻസികൾ എന്ന് പറയുന്നത് മീഡിയ വൺ ചാനലിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും? അതിന് കേപ്പബിളായ കമ്പനികളുമായിട്ടാണ് കൺസൾട്ടൻസി കരാറുകൾ ഉണ്ടാക്കുക. നോക്കൂ, ഇവിടെ നമ്മളിപ്പോൾ IT കാര്യത്തിൽ നമുക്കൊരു കൺസൾട്ടൻസി കമ്പനി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ IT ചീഫിന് അറിയാം എന്താണ് ആ കമ്പനി നമുക്ക് തരുന്ന സർവീസ് എന്താണ്, സപ്പോർട്ട് എന്താണെന്ന്. CMRLലെ IT ചീഫിന് അറിയില്ല. സെറ്റിൽമെന്റ് ബോർഡിനോടും SFIയോടും IT ചീഫ് പറയുന്നത് എനിക്കറിയില്ല എന്താണ് വീണ വിജയൻ തന്ന സപ്പോർട്ട് എന്ന് അറിയില്ല എന്നാണ്. ഞാൻ പറഞ്ഞത് ഇവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ IT ചീഫിന് അറിയാം, ഇവിടുത്തെ ടെക്കിൻ്റെ ചീഫിന് അറിയാൻ കഴിയും എന്താണ് ഓരോ കമ്പനിയും നമുക്ക് തരുന്ന സർവീസ് എന്താണ്, അതിന് നമ്മൾ എന്താണ് തിരിച്ചു കൊടുക്കുന്നത് എന്ന കാര്യം. CMRL ആർക്കും അറിയില്ല, ആകെ കർത്തക്കെ അറിയൂ. പ്ലീസ് നിഷാദ്, ഞാൻ എൻ്റെ ആ പോയിന്റ് ഒന്ന് തീർക്കാൻ ദയവായി അനുവദിക്കൂ. കാരണം ഞാൻ മീഡിയ വൺ എന്നുള്ളത് പർപ്പസ്ലി പറഞ്ഞതല്ലാന്ന് ദയവായി പിന്നെ മനസ്സിലാക്കുക. അതിൻ്റെ ആ കൺസൾട്ടൻസി കരാറുകളുടെ പൊതു സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് മീഡിയ വണ്ണിൻ്റെ പേര് പരാമർശിച്ചത്. പക്ഷേ ഇത് ഈ താങ്കൾ പറഞ്ഞ കരാറിൽ ഈ പർട്ടിക്കുലർ കരാർ
ഏതാ ഈ CMRLൻ്റെ കരാർ എന്ന് പറയുന്നത് AMC ആണ്, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ആണല്ലോ. അതാണല്ലോ AMCയുടെ പ്രത്യേകത എന്താണ്, അതൊക്കെ ചർച്ച ചെയ്യട്ടെ. ഇത് ബേസിക്കലി ഇതെന്താണ് നിഷാദ്, ഈ പ്രശ്നം എന്ന് പറയുന്നത് ഇത് പിന്നെ നമ്മുടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ROCയിൽപ്പെട്ട ഒരിടപാടായിട്ടാണല്ലോ ഇത് വരുന്നത്. തുടക്കം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ബേസിക്കലി അത് നിൽക്കുന്നത്. അതിനകത്ത് AMC വാലിഡ് ആണോ അല്ലയോ, ഇതാണ് ചോദ്യം. അത് വാലിഡ് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ നിയമപരമായി നേരിട്ടോട്ടെന്നേ, അത് വരുമല്ലോ, തർക്കമൊന്നുമില്ലല്ലോ. അതല്ല, AMC വാലിഡ് ആണെങ്കിൽ എത്രത്തോളം വാലിഡാണ്, എത്ര % വാലിഡാണ്, അതാണോ അടുത്ത തർക്കം. വരട്ടെ, ആ തർക്കം പരിശോധിക്കട്ടെ, അതവിടെ നിന്നോട്ടെ, അത് ചെയ്തോട്ടെ. പക്ഷെ അതിനു പകരം ഈ AMC മാത്രമാണ് ഈ 135 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കേസിൽ നിർണായകമായിട്ടുള്ള പ്രശ്നം, ബാക്കിയൊന്നും പരിഗണനാർഹമേ അല്ല എന്നുള്ള സമീപനം ഉണ്ടല്ലോ. അതിനോടാണ് എനിക്ക് വിയോജിപ്പെന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, ഞാനൊന്ന് പറയാമേ. കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ നമ്മോടൊപ്പം തുടരുന്നു. മാത്യു, ഈ റിപ്പോർട്ടിന്റെ അന്തിമ രൂപം എന്താണ് എന്നറിയില്ല. ആ റിപ്പോർട്ട് സമർപ്പിച്ച ഇന്ന ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നു, അതിന്മേൽ തുടർ നടപടി വേണം, പ്രോസിക്യൂഷൻ വേണം എന്നതിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടേ ഇല്ല. ഒരു അഭിഭാഷകൻ ഓഫൻഡായി പറഞ്ഞ ചില കാര്യങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് താങ്കൾ ഗുരുതരാക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ്. അത് നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് ആദ്യത്തെ ശ്രീ ജയചന്ദ്രന്റെ ഡിഫൻസ്. ഞാൻ അദ്ദേഹത്തെ എൻ്റെ ആ ഒരു വാദത്തെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ അവർക്ക് എടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വാദമാണ് അദ്ദേഹം എടുത്തതെന്ന് തന്നെ ഞാൻ പറയും. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഒരു അഭിഭാഷകൻ ഒരു കോടതിയിൽ പറഞ്ഞ പരാമർശത്തിൻ്റെ പേരിലോ ഈവൻ കോടതി നടത്തുന്ന ഒരു റെഫറൻസിൻ്റെയോ അല്ലെങ്കിൽ ഒരു കമൻറ്റിൻ്റെ പേരിലോ നമുക്കൊന്നിനെയും ആത്യന്തികമായി വിധിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കാരണം ഞാനും കോടതികളിലെ നടപടിക്രമങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാളായതുകൊണ്ട് പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ആ വാദത്തെ ഞാൻ അംഗീകരിക്കുകയാണ്. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, ഐ അക്സെപ്റ്റ് യുവർ പ്രൊപ്പോസിഷൻ. അതല്ല ഇവിടെ ചോദ്യം. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് SFIയുടെ അന്വേഷണം ഏത് ഘട്ടത്തിലായി, എന്താണ് നിങ്ങൾ റിപ്പോർട്ട് സമർപ്പിക്കാത്തത്, എന്താണ് നിങ്ങളുടെ ഫൈൻഡിങ് എന്ന് കോടതി ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മുമ്പിലുള്ള കുറേ ഫാക്ച്വൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ ഫാക്ച്വൽ കോണ്ടെക്സ്റ്റിൽ നിന്നും ഞങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്ന കാര്യങ്ങളെ അടിവരയിടുന്നതോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുന്നതോ ആയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് SFIയുടെ അഭിഭാഷകൻ നടത്തുന്നു. അതിപ്പോൾ വെറുതെ ഞങ്ങൾക്കാർക്കും വേണ്ടി ഞങ്ങൾ പറഞ്ഞിട്ട് നടത്തുന്നതല്ലല്ലോ. അതിൽ അദ്ദേഹം പറയുന്നു, ഒരു സേവനവും നൽകാതെ എക്സാലോജിക്കിന് നൽകിയ പണം ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. തിങ്സ് ആർ വെരി ക്ലിയർ. അങ്ങനെ വന്നാൽ അത് ആരായിരിക്കുമെന്ന് പറയാനുള്ള ബാധ്യത ഈ ട്രാൻസാക്ഷൻസിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിച്ച CPM എന്ന പാർട്ടിക്കില്ലേ എന്നാണ് ഞങ്ങളുടെ ഇന്ന് ഉന്നയിച്ച ചോദ്യം. അതൊരു തെറ്റാണെന്ന് അങ്ങേക്ക് പറയാൻ കഴിയും. പിന്നെ ഇപ്പോൾ അങ്ങ് മറ്റ് പല പേരുകളെക്കുറിച്ചും പരാമർശിച്ചു. അതിനുശേഷം SFIയുടെ അഭിഭാഷകൻ പറയുകയാണ് 135 കോടിയല്ല 184 കോടി രൂപയുടെ അനധികൃത ട്രാൻസാക്ഷൻസ് ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിയും. അതിൽ മേജർ പൈസ പൊളിറ്റീഷ്യൻസിന് നൽകിയിരിക്കുന്നു, മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റാളുകൾക്ക് അതിനുശേഷം തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നൽകിയിരിക്കുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് മേജർ പൊളിറ്റീഷ്യൻസ് നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കൂട്ടി വായിക്കേണ്ടത് പിണറായി വിജയൻ പണം വാങ്ങി എന്നത് അതിൻ്റെ അകത്ത് വരുമല്ലോ. കാരണം അങ്ങ് അത് വായിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ 9ാമത്തെ പേജിൽ ഈ ചുരുക്കപ്പേരുകൾ പറയുമ്പോൾ ദ വേരിയസ് ഷോർട്ട് ഫോംസ് മെൻഷൻഡ് ഇൻ പേജ് നമ്പർ 29R KK കുഞ്ഞാലിക്കുട്ടി, AJ ഗോവിന്ദൻ, OC ഉമ്മൻചാണ്ടി, PV പിണറായി വിജയൻ, IK ഇബ്രാഹിം കുഞ്ഞ്, RC രമേശ് ചെന്നിത്തല. ഇപ്പോൾ ബാക്കി ആരും ഇതാ ഞങ്ങളല്ല എന്ന് പറഞ്ഞില്ലല്ലോ. പിണറായി വിജയനാണ് കേരള പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് PV ആരൊക്കെ ആകാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിലപാടിൽ അതാണോ ഇന്നും CPMൻ്റെയും പിണറായി വിജയൻ്റെ നിലപാട്? അതായത് അങ്ങനെയാണെങ്കിൽ കേരളത്തിലോ ഇന്ത്യയിലോ കരിമണൽ കർത്തയിൽ നിന്നും കോടാനുകോടി രൂപ വാങ്ങുന്ന പൊളിറ്റീഷ്യനായ ഒരു നമ്മളാരും അറിയാത്ത മറ്റൊരു പിണറായി വിജയൻ ഉണ്ടെന്നാണോ അങ്ങും വിശ്വസിക്കുന്നത്? ഞാൻ അങ്ങോട്ട് ചോദിക്കുക, അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുക. ഈ TV ചർച്ചയിൽ അങ്ങ് പറയുകയാണ് അത് മറ്റൊരു പിണറായി വിജയനായിരിക്കും എന്ന് പറയാനുള്ള ആർജവം അങ്ങേക്കുണ്ടോ? ബാക്കി എല്ലാവരും വിടും, CPMന് വിടുക, അല്ലെങ്കിൽ എല്ലാവരും വിടും. അങ്ങിപ്പോൾ ഈ ഒരു കേസ് ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കും, ഇത്ര ക്ലാരിറ്റിയോടുകൂടി PV എന്ന് മാത്രമല്ല, PV പിണറായി വിജയൻ എന്ന് ഞാൻ പറഞ്ഞതല്ല, ആ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിലെ പേജ് നമ്പർ 9 റെഫറൻസാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ ആ പി വി ആരൊക്കെയാകാം പിണറായി? ഇനി വേറെ പിണറായി വിജയൻ ഉണ്ടോ? അതാ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ആർഗ്യൂ ചെയ്യാൻ, അങ്ങനെ വാദിക്കാനുള്ള ധൈര്യം അങ്ങേക്കുണ്ടോ ഈ കേസ് ഡിഫെൻഡ് ചെയ്യാനാണ് അങ്ങ് വരുന്നതെങ്കിൽ? അപ്പം അതുകൊണ്ട് SFIയുടെ അഭിഭാഷകൻ 184 കോടിയുടെ ക്രമവിരുദ്ധമായ പേയ്മെൻറ്റ്സ് ഞങ്ങൾ കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ ഇനി അടുത്ത ഭാഗമുണ്ട്. ഈ പൊളിറ്റീഷ്യൻസിന് കൊടുത്ത പേയ്മെൻറ്റിൽ മേജർ പേയ്മെൻറ്റ്, ദ മേജർ ചങ്ക് ഓഫ് ദ പേയ്മെൻറ്റ് ഹസ് ഗോൺ ടു PV എന്ന് പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയനാണ് ഇതിൻ്റെ അകത്ത് മുഖ്യമായ ലയൺ ഷെയർ അല്ലെങ്കിൽ മുഖ്യ പങ്ക് കൈപ്പറ്റിയത് പിണറായി വിജയനാണെന്ന് പറയുമ്പോൾ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയും? ആ ചോദ്യത്തിനാണ് ഉത്തരം വേണ്ടത്. അത് വരുമ്പോൾ നിങ്ങൾ ചർച്ചയ്ക്ക് വരത്തില്ല, മറുപടി പറയത്തില്ല, മറുപടി അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സോ അങ്ങേക്ക് കുറഞ്ഞ പക്ഷം ഈ ഇതിനകത്ത് ഇപ്പോൾ താങ്കൾ ചോദിക്കുന്ന PV അദ്ദേഹമല്ല എന്ന് താങ്കൾ പറയുമോ എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ അത് നിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം നിഷേധിക്കുന്നു. അതിനെ അദ്ദേഹം റെപ്രസെന്റ് ചെയ്യണം, ആ നിലപാടിനെ. പിണറായി വിജയൻ അല്ല, പിണറായി വിജയൻ അല്ലാതെ വേറെ PV ആരാണ് എന്ന് കണ്ടെത്തേണ്ട ബാധ്യത പിണറായി വിജയൻ ഉണ്ടോ എന്നാണ് അവരുടെ ചോദ്യം. എന്ത് ബാധ്യത? ഞാനല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഞാനല്ല മറ്റൊരാളാണ് എന്ന് തെളിയിക്കേണ്ട അധിക ബാധ്യത എന്തിന് പിണറായി വിജയൻ എടുക്കണം? SFIയോ ഇനി ഇൻട്രീം സെറ്റിൽമെന്റോ CBIയോ EDയോ ആരെല്ലാം അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നല്ലേ അവരുടെ വാദം. ഓക്കെ, ഞാൻ പറയുന്നത് നിഷാദാണെങ്കിലും ഇപ്പോൾ ഇവിടെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജയചന്ദ്രൻ സാറാണെങ്കിലും ഞാൻ ചോദിക്കുന്നത് മറ്റൊരു പിണറായി വിജയൻ ഉണ്ട് എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു? അതേ കേരളത്തിലെ ജനങ്ങൾ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് പിണറായി വിജയൻ എന്ന ആള് അല്ല, പിണറായി വിജയൻ എഴുതി വെച്ചിരിക്കുകയല്ലേ നിഷാദേ? അതല്ലേ ഞാൻ പറഞ്ഞ പേജ് നമ്പർ 9 ഞാൻ പൂരിപ്പിച്ചതല്ല, PV എന്ന് മാത്രമല്ല ഉള്ളൂ, അതല്ലേ? ആരും ഈ 71 പേജും അവധാനതയോടുകൂടി വായിച്ചാൽ ഐ ക്യാൻ സെൻഡ് ഇറ്റ് ടു യു. പേജ് നമ്പർ 9 PV എന്ന് മാത്രമല്ല, പിണറായി വിജയനെ ബ്രീഫ് ചെയ്ത ആരോ അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ജയചന്ദ്രൻ നോക്കൂ, അതായത് മറ്റാരും നിഷേധിച്ചിട്ടില്ല എന്നത് കാണുക, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധം പ്രൂഫ്സ് അതിനകത്തുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തേത് PV എന്ന പേര്, പിണറായി വിജയൻ എന്ന പേര് എന്നത് മാത്രമല്ല, അതിലേക്ക് കണക്ട് ചെയ്യുന്ന പലവിധ ശാഖകളെ നമ്മൾ കാണുന്നു. പിണറായി വിജയൻ്റെ മകൾ അസാധാരണമായ ഒരു കരാറുണ്ടാക്കുന്നു. സാധാരണ നിലയ്ക്ക് അവർ ഇത്തരം CMRL പോലുള്ള കമ്പനികളുമായി കരാറുണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമല്ല നടത്തുന്നത്, എന്നിട്ടും ഉണ്ടാക്കുന്നു. എന്നിട്ട് അതുവഴി പൈസ വന്നുകൊണ്ടിരിക്കുന്നു. കൊടുത്ത സർവീസ് എന്താണെന്ന് അവർക്ക് പറയാൻ പറ്റുന്നില്ല. പോട്ടെ, CMRL വിട്ടേക്കൂ. സ്വന്തം അച്ഛൻ്റെ പാർട്ടി ഇങ്ങനെ ഒരു രാഷ്ട്രീയ വിവാദത്തിൻ്റെ നടുവിൽ കിടന്ന് ഉരുകുമ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് പറയണ്ടേ? പോട്ടെ, അവർ പാർട്ടി വിട്ടേക്കൂ, സ്വന്തം സ്ഥാപനം, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു റെപ്യൂട്ടേഷൻ അവർക്കില്ലേ? സ്വന്തം സ്ഥാപനം കള്ളത്തരം കാണിച്ചു എന്ന വിവാദം നാട്ടിൽ നിന്ന് കൊഴുക്കുമ്പോൾ ഞങ്ങൾ കൊടുത്ത സർവീസ് ഇതാണ്, ഞങ്ങൾ ഇത്തരം സർവീസുകൾ മറ്റു പലർക്കും കൊടുത്തിട്ടുണ്ട് എന്ന് വിശദീകരിക്കാൻ കഴിയണമല്ലോ. അതിനൊരു സവിശേഷ സ്വഭാവം കൈവന്ന് കഴിയുമ്പോൾ മറ്റു പല കമ്പനികളും ചെയ്തിട്ടുണ്ട്. എല്ലാ കമ്പനികളും ഇത്തരം വിവാദങ്ങളിൽ ഇത്തരം സമീപനം എടുക്കുന്നു. പക്ഷേ വീണ വിജയന് പറയാൻ പറ്റുന്നില്ല. വീണ വിജയനെ ഇപ്പോൾ സംരക്ഷിച്ച് കളയും എന്ന മട്ടിലിറങ്ങി AK ബാലന് പറയാൻ കഴിയുന്നില്ല, ഒരാൾക്കും കഴിയുന്നില്ല. അപ്പം സാധാരണ മനുഷ്യർ ഇല്ലേ, ധാരണയുള്ള മനുഷ്യർ, അവർക്കിതൊരു ക്ലിയർ കേസ് ഓഫ് അഴിമതിയല്ലേ? എന്നോടാണോ നിഷാദ് ചോദ്യം? ഓക്കെ, ഇത് അടിസ്ഥാനപരമായി ഇപ്പോൾ പ്രശ്നം എന്താണ് നിൽക്കുന്നത് എന്നുള്ളത് പിന്നെ അവഗണിച്ചിട്ട് നമുക്ക് ചർച്ചയിൽ ഇരിക്കാൻ കഴിയില്ലല്ലോ നിഷാദെ. ബഹുമാനപ്പെട്ട ശ്രീ മാത്യു കുഴൽനാടൻ MLA കാര്യങ്ങൾ അദ്ദേഹം സമർത്ഥമായി തന്നെ പറഞ്ഞു. പക്ഷേ എനിക്കൊരു ഈ ചെറിയ സംശയം പിന്നെയും തകട്ടി വരുന്നത് എന്താണെന്നറിയാമോ? ഇവിടെ CMRL എന്താണ് ഡൽഹി ഹൈക്കോടതിയിൽ അവരുടെ പ്ലീ ആയിട്ട് ചെന്നത്? അവർ പറയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി, ഞങ്ങൾ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞ് ഒരു പ്രശ്നമുണ്ടായി, IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നമുണ്ടായി. അത് ഇൻ്റർം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പാകെ വന്നപ്പോൾ അവരൊരു തീർപ്പ് കൽപ്പിച്ചു. ആ തീർപ്പിൽ ഞങ്ങൾക്ക് ചില ഇളവുകൾ തന്നു, അത് ഞങ്ങൾ അടച്ചു. അങ്ങനെ ആ കേസ് സെറ്റിൽ ചെയ്തു. ഇതാണ് അവരുടെ ആർഗ്യുമെൻ്റ് തന്നെ, അതാണ്. അതിലാണ് ഡൽഹി ഹൈക്കോടതിയിലെ കേസ് നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട MLA പറയുന്നത് വേറൊരു ഇഷ്യൂ ആണ് പറയുന്നത്. ഞാൻ അതിനകത്ത് അത് ഇല്ലാന്ന് നിഷേധിക്കുന്നൊന്നുമില്ല. ആ ഒരു ഇഷ്യൂ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഇഷ്യൂ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അത് ലൈം ലൈറ്റിൽ തന്നെ ഉള്ളത്. പക്ഷേ ബേസിക് ഇഷ്യൂ ഡൽഹി ഹൈക്കോടതിയിലെ ഇതാണ് സർ, ഇതാണ് നിൽക്കുന്നത്. ഈ പ്രശ്നം എങ്ങനെയാണ് പിന്നെ ഹൈക്കോടതി അഡ്രസ് ചെയ്യുന്നത് അത് വിധിയിലാണ് അറിയുക. അത് അഭിഭാഷകൻ പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും പറയൂ സർ.
ഞാൻ ചോദിക്കാം, നമ്മൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുകയാണ്. ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ PV പിണറായി വിജയൻ എന്ന് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി CPM-ന്റെ നേതാവ് പിണറായി വിജയൻ അല്ല എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഞാനതിലേക്ക് വരികയായിരുന്നു. താങ്കളുടെ ആ ചോദ്യത്തിലേക്ക് തന്നെ ഞാൻ വരികയാണ് ബഹുമാനപ്പെട്ട MLA. പിന്നെ അല്ല, ഞാൻ പറഞ്ഞത് ഇതാണ് അതിൻ്റെ അകത്തെ കാതലായ പ്രശ്നമായി ഡൽഹി ഹൈക്കോടതിയിൽ ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെയാണ് അപ്പോൾ ഇവിടെ വരുന്ന എന്താ, ഇപ്പോൾ താങ്കൾ പറയുന്ന അടക്കമുള്ള പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ ആ 135 മാഞ്ഞു കഴിഞ്ഞു. അവർ സെറ്റിൽ ചെയ്ത് 75 കോടി എന്നുള്ളത് തള്ളിക്കളഞ്ഞു. ഇപ്പോൾ പ്രശ്നം 184ലേക്ക് എത്തുകയാണ്. ആ 184ലേക്ക് എത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആ 135 കോടി എന്നുള്ളത് സ്വാഭാവികമായും അതിൻ്റെ ആ തുക ഉയർത്തപ്പെടുന്നു. ഇവർക്ക് കൊടുത്തിട്ടുള്ള കൺസെഷൻ അല്ലെങ്കിൽ ഡിസ്കൗണ്ടുകൾ അതൊക്കെ റദ്ദാക്കപ്പെടുന്നു. എന്നിട്ട് 184ലേക്ക് വരികയും പുതിയ ഒരുപാട് ആൾക്കാർ അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് പറയുക, അതിലേക്കൊക്കെ വരികയും ചെയ്യുകയാണ്. അപ്പോൾ ഈ 71 പേജുള്ള നമ്മുടെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു ഭാഗം പിന്നെ നമ്മളാരും മറക്കില്ലല്ലോ. മാധ്യമങ്ങൾക്ക് പിന്നെ ആധ്യാത്മിക കേന്ദ്രങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു 16 ചില്ലുവാനം കോടി രൂപ അതും അന്വേഷിക്കപ്പെടണമല്ലോ. അപ്പോൾ അതിൻ്റെ അന്വേഷണങ്ങൾ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ ഞാൻ അതിലേക്ക് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ കോർ ഇഷ്യൂ ആയിട്ട് അത് കൊണ്ടുവരികയേ അല്ല. പ്രശ്നം ഇതിൽ തന്നെ നിൽക്കട്ടെ, PV എന്നുള്ളതിൽ തന്നെ നിന്നോട്ടെ. പക്ഷേ ഈ പറയുന്ന ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഈ പുതിയ ഒരു കേസായിട്ട് വരികയാണല്ലോ ഈ SFIയുടെ അന്വേഷണത്തിൽ 135 കോടി എന്നുള്ളത്. MLA അദ്ദേഹം പ്രാക്ടീസിങ് ലോയർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് അത് കൂടുതൽ പറയാൻ പിന്നെ വിശദീകരിക്കാൻ പറ്റുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കേസിൻ്റെ പിന്നെ സ്ഥിതിയിൽ എന്താണെന്നുള്ള ഒരു പ്രശ്നം. രണ്ടാമത്തേത് PV പിണറായി വിജയൻ, അതാണല്ലോ ചോദിച്ച കോർ ഇഷ്യൂ. അതാണല്ലോ പിണറായി വിജയൻ താനല്ല എന്ന് മുഖ്യമന്ത്രി സ്വമേധയാ അങ്ങ് പറയുകയല്ല. ഒരു വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം വ്യക്തമാക്കുകയാണ്, ആ PV ഞാനല്ല, അത് ഞാനാണെന്ന് ആരും പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് അദ്ദേഹം ഖണ്ഡിതമായി പറയുകയാണ്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ആ PV കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതിന് എന്തെങ്കിലും ഈ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യകാരണമെങ്കിലും നിരത്താനായിട്ട് ഈ വക്കീലിനെങ്കിലും കഴിയണ്ടേ? ഇന്നലെ സംസാരിച്ച ഹൈക്കോടതിയിൽ സംസാരിച്ച പിന്നെ വക്കീലിനെങ്കിലും കഴിയണമല്ലോ. അങ്ങനെയല്ല, ആ PV കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് സൂചിപ്പിക്കുന്ന ചില നിർണായക തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും അതൊക്കെ കോടതിക്ക് രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട്, അതിവിടെ സംസാരിക്കുന്നില്ല എന്നും പറഞ്ഞാൽ മതി. അങ്ങനെയും പറഞ്ഞിട്ടില്ല. ഇനി അത് പോട്ടെ, അത് അവരുടെ ബാധ്യതയല്ല, ഇദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ് തെളിയിക്കണമെങ്കിൽ. PV എന്നുള്ളത് പിണറായി വിജയനല്ല, താൻ കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയനല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത പിണറായി വിജയനാണെങ്കിൽ അങ്ങനെ ഡൽഹി ഹൈക്കോടതി പറയട്ടെ. അല്ലെങ്കിൽ പിന്നെ ഈ SFIയോട് പിണറായി വിജയനെ നേരിട്ട് കണക്ട് ചെയ്യുന്ന ഇപ്പോഴും വന്നിട്ടില്ലല്ലോ എന്ന പോയിന്റിൽ ഈ രാത്രിയിൽ നിൽക്കുന്നു എന്നാണ് പിണറായി വിജയന് വേണ്ടി സംസാരിക്കുന്നവർ CPIമാരൊക്കെ തന്നെയും. P കൃഷ്ണദാസ് BJP പ്രതിനിധി നമ്മോടൊപ്പം. P കൃഷ്ണദാസ്, ഇപ്പോഴും CPIഎമ്മിൻ്റെ കോൺഫിഡൻസ്, സർക്കാരിൻ്റെ കോൺഫിഡൻസ്, മുഖ്യമന്ത്രിയുടെ കോൺഫിഡൻസ്, മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കുന്നവരുടെ കോൺഫിഡൻസ് നിയമന്ത്രിയെ കണക്ട് ചെയ്യുന്ന ഒന്നും കണ്ടെത്തിയിട്ടില്ല, കണ്ടെത്താനും പോകുന്നില്ല എന്നതാണ്. BJPയുടെ ടേക്ക് എന്താണ്? നിഷാദെ, അങ്ങനെ ഒരു കോൺഫിഡൻസിന്റെ ഭാഗമായിട്ടല്ല അത് പറയുന്നത്. അത് താൽക്കാലികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ ഭാഗം മാത്രമായിട്ടാണ്. ഈ തരത്തിലുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്നപ്പോൾ അത് മുഖ്യമന്ത്രി മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അദ്ദേഹത്തിന്റെ മകൾ നടത്തുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന സമയത്ത് തന്നെ CPM-ന്റെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാരും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളടക്കമുള്ള ആളുകൾ അവരെല്ലാം പുറത്തു വന്ന് പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന രീതിയിൽ, ആ കമ്പനിയെ സംരക്ഷിക്കുന്ന രീതിയിൽ കമ്പനിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും. നമ്മുടെ രാജ്യത്ത് വ്യവസായം നടത്തുന്ന ആളുകൾ, സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ, അവർ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്നത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. എല്ലാവരും അത് സ്വീകരിക്കുന്ന ആളുകളാണ്. മാധ്യമങ്ങൾ പരസ്യം സ്വീകരിക്കുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ ഒരു പൊതുസമൂഹത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷന്റെയോ അതല്ലെങ്കിൽ ബന്ധങ്ങളിലോ ഒക്കെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതിൽ ഒരു പ്രത്യേകമായ തെറ്റാരും കാണുന്നില്ല. പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചിട്ടുള്ളത്. യാതൊരു സേവനവും നൽകാതെ, യാതൊരു തരത്തിലുള്ള പ്രവർത്തനവും നടത്താതെ, ഏതെങ്കിലും ഒരു കോൺട്രാക്ടിന്റെയോ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു സംഖ്യ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു കമ്പനി. അങ്ങനെ ആ കമ്പനിക്ക് പണം സ്വീകരിക്കാനുള്ള ഒരു സാഹചര്യം മാത്രമായി ഈ കോൺട്രാക്ട് മാറുന്നു, അല്ലെങ്കിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും വിവാദമാകുന്നതും അതിന്റെ നടപടിക്രമങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതും. ഇപ്പോൾ SFIO അന്വേഷണത്തെ സംബന്ധിച്ചാണെങ്കിലും നേരത്തെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ
അന്വേഷണത്തെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ പരാതികൾ ലഭിച്ച സമയത്ത് കൃത്യമായ അന്വേഷണം നടക്കുകയും ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ വസ്തുതകൾ പുറത്തു വരുന്ന തരത്തിൽ നേരത്തെ ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാൾ മാത്രമല്ല, പല ആളുകളുടെയും പേരുകളുണ്ട്. ആ പേരുകളുള്ള ആളുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. അതെല്ലാം പുറത്തു വരുമ്പോൾ എന്തെല്ലാമാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാണാനേ ഇപ്പൊ സാധിക്കുള്ളൂ. പിന്നെ ബഹുമാനപ്പെട്ട ശ്രീ ജയചന്ദ്രൻ സൂചിപ്പിക്കുന്നത് കോടതിയിൽ ഒരു അഭിഭാഷകൻ ഒരു അഭിപ്രായം സൂചിപ്പിച്ചു. അതിനെ നമ്മളിപ്പോ അങ്ങനെ ഒരു മുഖവിലക്ക് എടുക്കേണ്ടതില്ല. ഞാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് ഒരു പരിധിവരെ യോജിക്കുകയാണ്. പക്ഷെ അത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് പരിശോധിക്കപ്പെടണ്ടേ? ഒരു അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തുമ്പോൾ അതിന്റെ എല്ലാ വിവരങ്ങളും പ്രാഥമിക ഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ പൂർണ്ണമായും പുറത്തേക്ക് പറയുക എന്നുള്ളത് ഒരു അന്വേഷണത്തിലും നടക്കുന്ന കാര്യമല്ല. അത് പോലീസ് അന്വേഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അല്ല, മറ്റ് പക്ഷേ ഈ അന്വേഷണ അന്വേഷണത്തിൽ ഏജൻസികൾ ഇപ്പോഴും ഒരു കൃത്യതയില്ല, ഒരു വ്യക്തതയില്ല എന്നതിന്റെ ആനുകൂല്യം CPM അനുഭവിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ വിമർശനം, അല്ലെങ്കിൽ മാത്യു കുഴൽനാടന്റെ വിമർശനം. എന്ന് മാത്രവുമല്ല, ഇത് ഭീകര സംഘടനകൾക്കൊക്കെ കൊടുത്തോ എന്ന് സംശയമുണ്ട്. ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ ഇനിയും വേണമെന്നൊക്കെ പറഞ്ഞ് വലിച്ചു നീട്ടുകയാണ് നിങ്ങളെന്നാണ്. ഇവിടെ സ്വർണ്ണക്കടത്ത് കേസുണ്ടായപ്പോഴും അങ്ങനെ ആയിരുന്നല്ലോ, ഭീകര സംഘടന NIA എന്നൊക്കെ പറഞ്ഞു വന്നു. പക്ഷേ എല്ലായിടത്തും കളഞ്ഞല്ലോ. അപ്പോൾ അനാവശ്യമായ സംഗതികളിലേക്ക് കണക്ട് ചെയ്ത് വലിച്ചു നീട്ടി സർക്കാരിന് സഹായം ചെയ്ത് കൊടുക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന ആക്ഷേപം ഒരു വശത്തുണ്ട്. അതിനകത്ത് ഒരു ന്യായമുണ്ടോ ശ്രീ കൃഷ്ണദാസ്? ഇതിങ്ങനെ നീണ്ടേ പോവുകയാണ് ഒരു ക്ലാരിറ്റിയും ഇല്ലാതെ എന്ന നിലയ്ക്ക്. ഒരു ന്യായവുമില്ല. അത് ആരോപണമാണ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അതിന്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി നമ്മൾ കാണണ്ടേ നിഷാദെ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാണെങ്കിലും ഇനി അതല്ല ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ചാണെങ്കിലും CPM-ന്റെ നേതാക്കന്മാരെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട MLA മറ്റു ചില പേരുകൾ കൂടി പറഞ്ഞല്ലോ. അപ്പൊ അതിൽ കാണിക്കുന്ന ഒരു തിടുക്കം കൂടി നമ്മൾക്ക് കാണാതിരുന്നുകൂടല്ലോ. ഒരു അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരുന്ന വിവരങ്ങൾ, ആ പുറത്തു വരുന്ന വിവരങ്ങളുടെ ഒരു ഭാഗം മാത്രം ഇപ്പൊ കോടതിയിൽ കൊടുത്തിട്ടുള്ള പല കാര്യങ്ങളും സീൽഡ് കവറിലാണെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് അന്വേഷണ റിപ്പോർട്ടുകളിൽ കൂടുതലായി അന്വേഷണം നടന്ന വഴിപ്പറപ്പുകൾ വരാനുണ്ട്, അന്വേഷണത്തിന്റെ സ്റ്റേജുകൾ വരാനുണ്ട്. അതെല്ലാം അതിന്റെ തുടക്കത്തിൽ തന്നെ ഇതെല്ലാം തന്നെ പുറത്തു പറയണം. അല്ലെങ്കിൽ ഇതെല്ലാം ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കപ്പെടും. എന്തെങ്കിലും അട്ടിമറിക്കുമായിരുന്നെങ്കിൽ ഈ തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ പറയുന്ന സാഹചര്യം ഉണ്ടാകുമോ? ശരി, അപ്പൊ അട്ടിമറിയുടെ സൂചന ഒന്നും അതിൽ ആരോപിക്കാൻ കഴിയില്ല എന്നാണ് BJP പറയുന്നത്. ശ്രീ മാത്യു കുഴൽനാടൻ, ഇപ്പോൾ ഈ കേസിനകത്ത് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു, അല്ലെങ്കിൽ SFIയുടെ അഭിഭാഷകൻ വളരെ കൃത്യതയുള്ള സൂചനകൾ നൽകിയിരിക്കുന്നു, അത് രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നൊക്കെ ഇരിക്കുമ്പോഴും ഈ കേസ് ഫൈനലി വഴിയിൽ വീഴ്ത്തിക്കളയും ഈ BJP സർക്കാർ എന്ന് ആശങ്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതിന് കാരണമുണ്ട്. ഞാനിന്ന് ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് കറക്റ്റ് ചെയ്യാനും കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ടോം ആൻഡ് ജെറിയിലെ ജെറി പൂച്ച എന്നാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ ജെറി മൗസാണ്. ജെറി മൗസിൻ്റെ അവസ്ഥയിലാണ് പിണറായി വിജയൻ എന്ന് ഞാൻ പറയണ്ടായി. അത് കാരണം ഈ ടോം ആൻഡ് ജെറിയുടെ സംവിധായകൻ്റെ രീതി അനുസരിച്ച് നമുക്ക് ഈ ടോം പൂച്ച ജെറി മൗസിന് ഇപ്പം പിടിക്കും തോന്നും. പക്ഷെ എല്ലാ തവണയും ഈ ടോം പൂച്ചയെ കബളിപ്പിച്ച് അല്ലെങ്കിൽ വെട്ടിച്ച് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജെറി മൗസ് രക്ഷപ്പെടും. ഇതാണ് അതിൻ്റെ ചുരുക്കം. ഇപ്പോൾ എത്രയോ വട്ടം എത്ര കേസുകളിൽ കേന്ദ്ര സർക്കാർ ED ആയിട്ടും അതുപോലെ തന്നെ CBI ആയിട്ടും ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡായിട്ടും ഇപ്പോൾ ഏറ്റവും കൂടുതൽ SFI ആയിട്ടും പിണറായിയും കുടുംബവും നടത്തിയ അഴിമതിക്കെതിരെ അന്വേഷിക്കുന്നത് ഇന്നു വരെ അവരെ തൊട്ടിട്ടില്ല എന്നതാണ് കറക്റ്റ്. അത് ഈ ടോം പൂച്ചയ്ക്ക് ജെറി മൗസിന് ഒരിക്കലും തൊടാൻ കഴിയില്ല, പിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. അത് ചെയ്യുന്നത് ഇതിൻ്റെ സംവിധായകരാണ് തീരുമാനിച്ചിട്ടുള്ള ഇതിങ്ങനെ പോകണം എന്നുള്ളത്. ആ സംവിധായകർ നരേന്ദ്രമോദിയും അമിത്ഷായുമാണ്. അതല്ലാതെ തെളിവില്ലാഞ്ഞിട്ട് ഇപ്പം ഈ SFI അന്വേഷണം തന്നെ നമുക്കറിയാം. ജാനുവരി 31 SFI അന്വേഷണത്തിൻ്റെ ഉത്തരവ് ഇറങ്ങുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ റിപ്പോർട്ട് 8 മാസത്തിനകത്ത് സമർപ്പിക്കണമെന്ന്. 8 മാസം കഴിഞ്ഞു. അതിൻ്റെ കാലാവധി കഴിഞ്ഞ സമയത്ത് ഇനി സമർപ്പിക്കുന്ന റിപ്പോർട്ടിന് ലീഗാലിറ്റി വേണമെങ്കിൽ ഇവർക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാം. അപ്പോൾ പല അവസരങ്ങൾ കൊടുക്കുകയാണ് ഇവർക്ക്. കേരള ഹൈക്കോടതി തള്ളിയ കേസ്, ബാംഗ്ലൂർ ഹൈക്കോടതി തള്ളിയ കേസ്, എന്നിട്ടും SFI റിപ്പോർട്ട് ഫയൽ ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നു. ഡൽഹി ഹൈക്കോടതിയിൽ ഇന്ന് വരെ ഒരു സ്റ്റേ ഇല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് 8 മാസം കഴിഞ്ഞ അതിൻ്റെ അന്വേഷണത്തിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും ഇതങ്ങനെ ഒരു ഇൻ്റർനാഷണൽ റാമിഫിക്കേഷൻസുള്ള കോംപ്ലിക്കേഷൻസുള്ള കേസൊന്നും അല്ല. ദിസ് ഈസ് എ വെരി സ്ട്രെയിറ്റ് ഫോർവേഡ് കേസ്. ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി
അഴിമതി പണം നേരിട്ട് വാങ്ങുകയും ബാങ്ക് മുഖാന്തരം വാങ്ങുകയും അതിനൊരു സർവീസും കൊടുക്കാതെ വാങ്ങിയ പണമാണ് എന്ന് ഓൾറെഡി ഒരു ഏജൻസി എലാബറേറ്റ് ആയിട്ട് പരിശോധിച്ച് ഡിപ്പോസിഷൻസ് എടുത്ത് അല്ലെങ്കിൽ അവരുടെ മൊഴിയെല്ലാം ചേർത്ത് ഫൈൻഡിങ് ഉള്ള ഒരു കാര്യം. SFIക്ക് അതിൻ്റെ കമ്പനി ലോയുടെ ആസ്പെക്റ്റിൽ എന്തൊക്കെ വയലേഷൻസ് ഉണ്ടെന്ന് നോക്കി 8 മാസം എന്ന് പറയുന്നത് ടു ബിഗ് എ ടൈം, അല്ലെങ്കിൽ വളരെ കൂടുതലാഴ്ച. എന്നിട്ടും ഇതുവരെയും കൺക്ലൂസീവായ ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്യാനോ നടപടിയെടുക്കാൻ ഇന്നുവരെ ശരീരത്തെ തൊട്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഇൻ ദ സെൻസ് ആ കോർ ആക്ഷനിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നില്ലല്ലോ. ED വന്നു, CBI വന്നു, SFIO വന്നു, ഇൻട്രീം സെറ്റിൽമെൻറ്റ് വന്നു. ആരാണ് വരാത്ത? എല്ലാവരും വന്നാലും. അപ്പോൾ SFIO ഇതിനിടയിൽ ഒരു പാർലമെൻറ്റ് സീറ്റ് BJPക്ക് വേണ്ടി സ്കോർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ DGPക്ക് ഇന്ന് ആലോചിച്ച് നോക്കണം. പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോൾ BJPയുടെയും സംഘപരിവാറിൻ്റെയും താല്പര്യത്തിനനുസരിച്ച് ഭരണകൂടത്തെ ഉപയോഗിക്കാൻ BJPക്ക് കഴിയുന്നു. അങ്ങനെയല്ലേ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടിയത്. അപ്പോൾ അവരുടെ ഒരു ലക്ഷ്യം നടന്നു. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൂട്ടി വേണം വായിക്കാൻ. അല്ലാണ്ട് വി ഷുഡ് നോട്ട് കീപ് തിങ്സ് ഐസൊലേറ്റഡ്. ഞാൻ പിന്നെ ഒരു കാര്യം കൂടി, ഒരു തവണ കൂടി ഞാൻ നിഷാദിൻ്റെ പെർമിഷനോട് കൂടി, കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ സമയത്തിൽ കയറി ചോദിക്കുന്നതിൽ അനൗചിത്യം കൊണ്ട് അങ്ങ് എനിക്ക് അനുഭവിച്ച സമയം ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത്, M. ജയചന്ദ്രന് കൊടുത്തുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങക്ക് ഇനി ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് അങ്ങ് അങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ചോദിച്ചത്. ഈ പിണറായി വിജയൻ ഞാനല്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞത് കുറഞ്ഞ പക്ഷെ അങ്ങക്ക് വിശ്വസിക്കാൻ കഴിയുമോ? കാരണം വീണ വിജയൻ്റെ പരാമർശം നടത്തിയിട്ട് വീണ വിജയൻ ഈ നേരത്തെ പറഞ്ഞ പ്രോമിനൻറ്റ് പൊളിറ്റീഷ്യൻ്റെ മകളാണെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ കൂടി പറഞ്ഞിട്ടുള്ള നിലയ്ക്ക് ആ PV ഞാനല്ല, പിണറായി വിജയൻ ഞാനല്ല എന്ന് പറയുമ്പോൾ അങ്ങേക്കും അത് വിശ്വസിക്കാൻ കഴിയും. ഞാൻ എൻ്റെ സമയം അങ്ങേക്ക് തന്ന് അങ്ങയോട് ഉത്തരമായി നേരിട്ട് ചോദിക്കും. ഇനി അങ്ങ് വളഞ്ഞു പിടിഞ്ഞു പോകരുത്. If you can be honest and straight, do you believe he's saying truth? ഞാനാണല്ലോ മറുപടി പറയേണ്ടത് അല്ലേ നിഷാദേ? യെസ്. ഈ ചോദ്യത്തിന് മാത്രം ഞാൻ മറുപടി പറയുകയാണ്. താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട MLA എനിക്ക് തന്ന ആ സമയം മാത്രം ഉപയോഗിച്ച് ഇത് മാത്രം പറയുകയാണ്. ഇത് പിന്നെ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ശ്രീ മാത്യു കുഴൽനാടൻ MLA, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പിണറായി വിജയനുണ്ട്. ആ പിണറായി വിജയൻ അതാണ് താങ്കൾ ചോദിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ അഴിമതി നടത്തിയില്ല എന്ന് താങ്കൾ പറയുമോ? ഞാൻ പറയുമോ? നിശ്ചയമായും ഞാൻ പറയും. പിണറായി വിജയൻ ഇത്തരം ഒരു അഴിമതി നടത്തിയിട്ടില്ല എന്ന് തീർത്തും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, ഞാൻ അറിഞ്ഞിട്ടുള്ള പിണറായി വിജയൻ്റെ രീതികളും പ്രവർത്തികളും ശൈലികളും ഒന്നും ഈ പറയുന്ന ആരോപണങ്ങളുമായിട്ട് കൂട്ടിച്ചേർന്ന് പോകുന്നതേ അല്ല. മറ്റൊരുപാട് കാര്യങ്ങളിൽ പോകാമായിരിക്കാം, പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം അഴിമതി വിമുക്തനാണ് അല്ലെങ്കിൽ അഴിമതി ചെയ്യില്ല എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ തെളിവ് ഈ UDF സർക്കാരിൻ്റെ കാലത്ത് ലാവലിൻ കേസ് CBI അന്വേഷണത്തിന് വിട്ടതിൽ തുടർന്ന് 2013 ഒക്ടോബർ 5 ഉണ്ടായ വിധി മാത്രമാണ് എനിക്ക് ആധാരമായിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് വ്യക്തിപരമായി എനിക്കറിയാം. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്, ഇപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുമാണ്. അതിൻ്റെയും കൂടെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. പിണറായി വിജയൻ ഇങ്ങനെ അഴിമതി നടത്തിയതായിട്ട് ഞാൻ നിശ്ചയമായും വിശ്വസിക്കുന്നില്ല. അപ്പം ആ എഴുതി വെച്ചിരിക്കുന്ന പിണറായി വിജയൻ എന്തായിരിക്കും എന്ന് ചോദ്യം കൂടി ചോദിക്കാനാണ് മാത്യു കുഴൽനാടൻ. അല്ല നിഷാദ്, അങ്ങനെയല്ല. ഞാനത് ചോദിച്ചോട്ടെ, ഞാൻ ക്ലാരിഫൈ ചെയ്തോട്ടെ. പിണറായി വിജയൻ അഴിമതി നടത്തില്ല എന്ന് ഇങ്ങനെ വിശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് അണികളെ കഴിഞ്ഞു എന്നുള്ള അദ്ദേഹത്തിന്റെ വിജയം. പക്ഷേ രാഷ്ട്രീയ വിജയം മാത്രമല്ല, നിയമപരമായ വിജയമുണ്ട്. അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിട്ടുള്ള വിധിയുടെ പകർപ്പ് മുന്നിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യില്ല. ആക്ഷേപങ്ങൾ അദ്ദേഹത്തിനെതിരെ വരുമെങ്കിലും അദ്ദേഹം അത് പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണ് നിയമപരമായെന്ന് കൂടിയാണ് ജയചന്ദ്രൻ പറയുന്നത്. അല്ല, അതല്ല ഇവിടെ ക്വസ്റ്റ്യൻ വീണ വിജയന്റെ പിതാവ് ആയ നേരത്തെ പരാമർശിച്ച PV എന്ന് പറയുമ്പോൾ അത് പിണറായി വിജയൻ അല്ലെന്ന് പറയാൻ കഴിയുമെന്ന് ചോദിക്കുന്നത്. ശരി, അപ്പൊ അതിലേക്ക് ചൂണ്ടുന്ന ഒരുപാട് സംഗതികളുണ്ട്. പക്ഷേ അത് നിഷേധിക്കുകയാണ് CPM അല്ലെങ്കിൽ CPM-നോട് സംസാരിക്കുന്നവർ. അവർക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർ ഡിഫെൻഡ് ചെയ്യാണ്. ശ്രീ കൃഷ്ണദാസ് ഇവിടെ രാവിലത്തെ വാർത്താ സമ്മേളനത്തിലും വൈകുന്നേരം ഇപ്പൊ സംസാരിക്കുമ്പോഴും മാത്യു കുഴൽനാടൻ പറയുന്നു ഇതൊരു ടോം ആൻഡ് ജെറി കളിയാണ്, ഒരിക്കലും പിടിക്കില്ല, ഇല്ലയേ, പൂച്ച ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും, എന്നാൽ ഇവർ തമ്മിൽ വലിയ ഫൈറ്റാണെന്നും ഇപ്പോൾ പിടിക്കുമെന്നും പ്രതീതി സൃഷ്ടിച്ചു പോവുകയാണ്. ഇതിവർ തമ്മിലുള്ള രാഷ്ട്രീയ ധാരണയുടെ ഭാഗമാണ്.
അതുകൊണ്ടാണ് 8 മാസം കൊണ്ട് തീരേണ്ട അന്വേഷണം ഇപ്പോഴും തീരാതിരിക്കുന്നത്. കോടതിയിൽ അത് ചോദ്യമാകുമ്പോൾ ഇപ്പോൾ തരാം, കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു കളിക്കുന്നത്. എന്നിട്ട് മാത്യു പറഞ്ഞു കേൾക്കൂ, ഇത് സങ്കീർണമായ ഒരു കേസേ അല്ല. എന്താണ് ഈ കിട്ടിയ പൈസയ്ക്ക് സർവീസ് വല്ലതും കൊടുത്തിട്ടുണ്ടോന്നാണ് അന്വേഷിക്കേണ്ടത്. അത് സിമ്പിളായ അന്വേഷണമാണ്, പൂർത്തിയാക്കാൻ ഇതിലും കുറഞ്ഞ സമയം മതി. പക്ഷേ ഇട്ട് വലിക്കുകയാണ്. അതിന് പിന്നിൽ രാഷ്ട്രീയത്തിൻ്റെ കളികളുണ്ട് എന്ന് പറയുന്നു അവർ. വിശദീകരിക്കാമോ അവിടം? നിഷാദ്, UDF നേതാക്കന്മാർക്ക് ഈ ടോമാഞ്ചെറി കളിയുടെ കഥ മനസ്സിലാകുന്നത് ഈ വിഷയത്തിലല്ല. അവരിത് നേരത്തെ തന്നെ പഠിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. അതവർ ആദ്യം ചർച്ച ചെയ്തിട്ടുള്ള സോളാർ കേസിലാണ്. സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷവുമായി ഉണ്ടാക്കിയിട്ടുള്ള ധാരണകൾ, ഇടതുപക്ഷം സമരങ്ങൾ നടത്തിയ സമയത്ത് അവരുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള സന്ധികൾ, അതിനെ സംബന്ധിച്ച് അറിയുന്ന ആളുകൾക്ക് കൃത്യമായി അറിയാമല്ലോ എവിടെയാണ് ടോമാഞ്ചേരി കളി നടന്നത് എന്നുള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ച് എല്ലാം അങ്ങനെ തന്നെയാണ് എന്നാണ് ധരിച്ചിരിക്കുന്നത്. UDFന്റെ ഭരണകാലഘട്ടത്തിൽ നടന്നിട്ടുള്ള സെറ്റിൽമെന്റുകൾ പോലെ തന്നെയാണ് ഇപ്പോഴും എന്നാണ് ശ്രീ മാത്യു കുഴൽനാടൻ അദ്ദേഹത്തിന് അറിയാത്ത കാര്യമല്ല. ഒരു പരാതി ഉണ്ടായതിനു ശേഷം ഇത്രയും കൃത്യമായി ഒരു അന്വേഷണം നടന്ന് അതുമായി ബന്ധപ്പെട്ട് കോടതികളിൽ കൃത്യമായി റിപ്പോർട്ടുകൾ ബോധിപ്പിച്ച് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശങ്ങൾ കൊണ്ടുവന്ന് അതിൽ എന്താണോ സത്യസന്ധമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി നടക്കേണ്ടത് അതിൽ മൊഴികളെടുത്ത്, ഉദ്യോഗസ്ഥന്മാരുടെ മൊഴികളെടുത്ത്, ആ കമ്പനിയുടെ സ്റ്റാഫിന്റെ മൊഴികളെടുത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വിവരങ്ങളും പുറത്തു കൊണ്ടുവരികയാണ്. സെറ്റിൽമെന്റ് ബോർഡ് ഇങ്ങനെ ഒരു ഫൈൻഡിങ് നടത്തിയിട്ട് എത്ര കാലം കഴിഞ്ഞു? അത് മാധ്യമങ്ങളിൽ വാർത്ത വന്നു, പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു, ബഹളമാകുന്നു. അതും കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ ശ്രദ്ധയിലുണ്ട്, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഞങ്ങളെ ആരും സമ്മർദ്ദത്തിലാക്കേണ്ട കാര്യം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. എപ്പോഴാണ് SFI അന്വേഷണത്തിലേക്ക് പോകുന്നത്? നിഷാദ്, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം അതിനനുവദിച്ചിട്ടുള്ള സമയക്രമവും അതിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷവും SFI അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം അതിനും ഉണ്ടായിട്ടുള്ള കാലതാമസമല്ല, നടപടിക്രമങ്ങൾ അത് കൃത്യമായി വരുന്നത് അത് അതിന്റെ തീർപ്പിന് ശേഷം പിന്നെയും കാലം കഴിഞ്ഞിട്ടാണ് മാധ്യമങ്ങൾ വാർത്ത വരുന്നത്. അതും കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ടാണ് SFI ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞൊരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിന് കൊടുത്ത സമയം കഴിഞ്ഞ് പിന്നെയും മാസങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇന്നുമില്ല തീരുമാനം എന്ന നില വരികയാണ്. അപ്പോൾ ഞങ്ങൾ ആത്മാർത്ഥമായി ഈ അഴിമതി വിരുദ്ധ പോരാട്ടം ഈ ഇടതു സർക്കാരിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ കുറച്ചെന്തൊക്കെയോ ചില ഡൈജഷൻ ഇഷ്യൂസ് അതിനകത്തുണ്ട്. നിഷാദെ, അങ്ങനെ എന്തെങ്കിലും കാണാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ SFI അന്വേഷണത്തിന്റെ കാര്യങ്ങൾ കോടതിയെ കൃത്യമായി ബോധിപ്പിച്ചുകൊണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് അതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം അഭിഭാഷകൻ സൂചിപ്പിച്ചു എന്ന് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു സാധ്യത ഉണ്ടാകുമെന്ന് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയുള്ള സാധ്യതകൾ നേരത്തെ UDFന്റെ LDFന്റെ ഒക്കെ സെറ്റിൽമെന്റിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. അവർ അത് പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ ഉണ്ടാകുമെന്ന്. അങ്ങനെ പ്രതീക്ഷിക്കുന്നതിൽ നിന്നാണ് ഈ ടോമാഞ്ചേരിയൊക്കെ വരുന്നത്. അതല്ലെങ്കിൽ അങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നടക്കില്ല എന്നുള്ളത് ബോധ്യപ്പെടുന്നത് വേറെ അഡ്ജസ്റ്റ്മെന്റുകളൊന്നും ഇല്ല. ശ്രീ ജയചന്ദ്രൻ, ഇപ്പൊ ഇതാണ് അഭിഭാഷകൻ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ അതിനനുരോധമായിട്ടുള്ള ഒരു ഫൈൻഡിങ്ങും അന്വേഷണ റിപ്പോർട്ടുമായിരിക്കുമല്ലോ വരിക. അത് വന്നാൽ പെട്ടുപോകില്ലേ CPM? അല്ല, CPMനെ പെടുത്താൻ കഴിയണം എന്നുള്ളത് വളരെ ആസൂത്രിതമായ ഒരു ആഗ്രഹചിന്തയാണല്ലോ. അതൊരു താല്പര്യമാണെന്ന് മാത്രമല്ല, വലിയൊരു ആഗ്രഹചിന്തയാണ്. ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചത് മുമ്പേ അതാണ്. ബഹുമാനപ്പെട്ട MLA എന്നോടുള്ള സ്ട്രേറ്റ് ചോദ്യത്തിൻ്റെ പിന്നിലും വിശദമായ കഥകൾ പറഞ്ഞില്ലെങ്കിലും അത്യാവശ്യം എന്ന് ഞാൻ സൂചിപ്പിച്ച് പോകട്ടെ നിഷാദെ. ഈ 2006 മാർച്ച് 31 അവസാനത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ ക്യാബിനറ്റ് യോഗം. അതിലാണ് തീരുമാനിക്കുന്നത് CBI അന്വേഷണത്തിൽ ലാവ്ലിൻ കേസിൽ എത്രയാണ് ഇടപാട്? 383 കോടി രൂപ. അത് സ്പെഷ്യൽ കോടതി തീരുമാനിച്ചു. 2013 ഒക്ടോബർ 5 വിധി വന്നു. പിണറായി വിജയനെ പ്രതിപട്ടികയിൽ നിന്ന് തന്നെ ഒഴിവാക്കി. അതാണല്ലോ പിന്നീട് CBI തന്നെ പോയത്. സുപ്രീം കോടതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അന്ന് UPA ആണ് ഭരിക്കുന്നത്, കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ആ സമയത്ത് എന്താണ് BJP നേതാക്കൾ പറഞ്ഞത്? ഇത് പിണറായി വിജയനും CPIM-ഉം കോൺഗ്രസ് നേതൃത്വം AICC നേതൃത്വവും തമ്മിലുള്ള നെക്സസ് ആണ്. ഏതാ ഈ വിധി? സ്പെഷ്യൽ കോടതിയുടെ CBI സ്പെഷ്യൽ കോടതിയുടെ വിധി വന്നത് എന്നാണ് വ്യാപകമായ പ്രചാരണം നടന്നത്. എത്രയോ ചർച്ചകൾ നടന്നു. അന്നും ചർച്ചകൾ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. പിന്നീട് ഇപ്പോൾ എന്താണ് വരുന്നത്? ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെ ഉള്ളവർ ഇത് BJP-യും CPIM നേതൃത്വവും പിണറായി വിജയനും ഒക്കെ ഉള്ള ധാരണയാണ്. അന്ന് പറഞ്ഞ അതേ നെക്സസിൻ്റെ വേറൊരു പുതിയ രൂപമായിട്ട് ഇന്ന് അവതരിപ്പിക്കുന്നത് കോൺഗ്രസ് ആണ്. അതേ ഉള്ള വ്യത്യാസം.
നിയമപരമായ നമ്മുടെ നീതി നിർവഹണത്തിൻ്റെ നിയമ കോടതികളുടെ അവരുടെ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ആൾക്കാരാണ് ഇദ്ദേഹത്തെ പോലുള്ള ശ്രീ മാത്യു കുഴൽനാടനെ പോലുള്ള ബഹുമാനപ്പെട്ട അഭിഭാഷകർ. അവർ തന്നെ പറയുകയാണ് കോടതി ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾക്ക് വിധേയപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ അന്ന് നേരത്തെ BJP-ക്കാർ പറഞ്ഞത് ശരിയാണ് എന്ന് ഇപ്പോഴെങ്കിലും കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെ ഉള്ളവർ ലാവ്ലിൻ കേസിൽ അന്ന് BJP നേതാക്കൾ ഇവിടെ മുഴുവൻ മൈക്ക് വെച്ച് വിളിച്ചു പറഞ്ഞതൊക്കെ. അപ്പോൾ അതല്ല വസ്തുത. രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഏതുതരം വിയോജിപ്പുകളെയും യോജിപ്പുകളാക്കാം എന്നുള്ളത് രാഷ്ട്രീയ തന്ത്രമാണ്. ആയിക്കോട്ടെ, ഞാൻ രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ തർക്കമൊന്നുമില്ല നിഷാദെ. അത് ബഹുമാനപ്പെട്ട മാത്യു കുഴൽനാടൻ MLA-ക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറയാം. അതിലൊന്നും നമുക്ക് വിയോജിക്കേണ്ട കാര്യങ്ങളേ ഇല്ല. ഞാൻ രാഷ്ട്രീയക്കാരല്ലാത്തതുകൊണ്ട് എനിക്കറിയാവുന്ന അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എവിടെ വിധി, റിപ്പോർട്ട് എവിടെ? ആത്മവിശ്വാസത്തോടെ ചോദിക്കുന്നു CPM-ന് വേണ്ടി സംസാരിക്കുന്നത്. വിധി വരട്ടെ, വിധി വരുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഈ അഭിഭാഷകന്റെ പരാമർശത്തിൽ സൂചനകളുണ്ട് എന്നാണ് മാത്യു ചൂണ്ടിക്കാണിക്കുന്നത്. സമയം അവസാനിച്ചു, ഞാൻ ഇടപെടുകയാണ്. എന്തായാലും ഇനിയും വികസിക്കാൻ സാധ്യതയുള്ളൊരു വാർത്തയിൽ നമുക്ക് വീണ്ടും ഇരിക്കാം. താങ്ക് യു ശ്രീ മാത്യു കുഴൽനാടൻ, ജയചന്ദ്രൻ, ഒപ്പം ശ്രീ കൃഷ്ണദാസ് ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്.